ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊന്നും മറക്കാനോ പൊറുക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്റെ അജയേട്ടന്റെ ആണ്ടുബലിക്ക് ഇവളുണ്ടാകരുത്. ആ പരിസരത്ത് ഇവളെ കണ്ട എനിക്ക് സമാധാനം കിട്ടില്ല. ഇല്ല, ഞാൻ വരില്ല. എനിക്ക് വേണ്ടി പൃഥ്വി മാറേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ മതി. പിന്നെ ഞാനെന്നൊരാള് ലൈഫിലുണ്ടെന്ന് ഓർത്താ മാത്രം മതി. ഞാൻ അത് ഓർത്തോളാം. അങ്ങനെ ഓർക്കാൻ ഇഷ്ടമായോണ്ടല്ലേ തന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത്. ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയാ. ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെയുള്ളൊരു ഹസ്ബൻഡ് തന്നെയാ പൃഥ്വി. അതങ്ങനെ അറിയാനുള്ള ടൈമൊന്നും ആയിട്ടില്ലല്ലോ. നമ്മള് ജീവിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഈ പാലും ഫസ്റ്റ് നൈറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. തനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതായാലും താൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് പാല് കുടിച്ചേക്കാം അല്ലേ? അതിങ്ങെടുക്ക്. വാ, ഇരിക്കെ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഹലോ. വിവാഹം കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് നീ കിടക്കുകയല്ലേ, ഒന്ന് ആശംസിച്ചേക്കാന്ന് കരുതി. താങ്ക്സ്. നിന്റെ വിവാഹം കൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ വേണ്ട, നിന്റെ എക്സ്ക്യൂസുകളും എക്സ്പ്ലനേഷൻസും ഒന്നും എനിക്ക് കേൾക്കണ്ട. ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നുപോലും നീ ആത്മാർത്ഥതയോടെ ചെയ്തിട്ടില്ല. അതല്ല ഞാൻ ക്ഷമിച്ച് വെറുതെ വിട്ടുവെന്ന് നീ കരുതണ്ട. എല്ലാത്തിനും നീ കണക്ക് പറയേണ്ടി വരും. പറയിക്കും ഞാൻ. എന്തു പറ്റി? ആരാ വിളിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേ, ഒന്നുമില്ല. എന്താ? ഇവിടെ പറഞ്ഞ നീ ഫസ്റ്റ് നൈറ്റിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അതെ. ഓക്കെ, അതിലെങ്കിലും നീ ആത്മാർത്ഥത കാണിക്ക്. അപ്പോ ഹാപ്പി മാരേജ് ലൈഫ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനി നിന്നെ കാത്തിരിക്കുന്നത് വലിയ ടാസ്കുകളാണ്. ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ആരാ ഈ സമയത്ത്? ഫ്രണ്ട്സാ. പിന്നെന്താ പൃഥ്വി ടെൻഷനായേ? ഏയ് ഒന്നുമില്ല. അവര് വെറുതെ ഫസ്റ്റ് നൈറ്റ് കൊളവാക്കാൻ പ്രാങ്ക് കോൾ ചെയ്താ. താനത് വിട്. ആണ്ടുബലിയുടെ കർമ്മത്തിന് വരാൻ പറഞ്ഞിരുന്നു. വരൂ, അകത്തേക്കിരിക്കാം. മോളെ, മോളെ എന്നൊരു ചായ എടുക്ക്. അപ്പോഴേക്കും ഗിരിജി അഞ്ചും വരും. ചെല്ല്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ അങ്ങ് പോകുന്നു. എത്ര പേരുണ്ട് ബലിയിടാൻ? 2 പേര്. അജയന്റെ ആണ്ടാണല്ലേ? അതെ. ബലിയിടുന്നവര് ഇന്നലെ ഒരിക്കലെടുത്തായിരുന്നോ? എടുത്തിരുന്നു. കർമ്മത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയല്ലേ? അതെല്ലാം ദുർഗമോള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദുർഗയ്ക്ക് പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ആണ്ടുബലിക്കും
ഞാൻ വെറുതെ അടുത്തിരിക്കാറേ ഉള്ളൂ. മന്ത്രങ്ങളടക്കം എല്ലാം ദുർഗയ്ക്കറിയാം. മനസ്സർപ്പിച്ച് ദുർഗ ഇടുന്ന ബലിയൊക്കെ അമ്മ സ്വീകരിക്കുന്നുണ്ടെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് തോന്നും. കർമ്മി എത്തിയോ? ആ, ഞാൻ നേരത്തെ ഇങ്ങു പോന്നു. അബി, എല്ലാം ഒന്ന് എടുത്തു വെച്ചേക്കണേ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പച്ചി. അരിയും എന്ത് കഴിഞ്ഞു? എന്തിന്? നീ ഒന്നും എടുത്തു വെക്കണ്ട. നിന്റെ അമ്മ കാരണം എന്റെ അജയേട്ടന് ഈ അവസ്ഥ വന്നത്. ആത്മാവിന്റെ ശാന്തിക്കായിട്ട് ബലിയിടുമ്പോ നിന്നെ ആ പരിസരത്ത് കണ്ടുപോരുത്. അതെ, അത് ശരിയാ. എന്ത് ശരിയാന്ന്? ജയശ്രീ ഒരിക്കലും അജയന് ആപത്ത് വരുന്നൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. വേണ്ട ദേവേട്ടാ, ഇന്നൊരു ചടങ്ങ് നടക്കേണ്ട ദിവസവാ. വെറുതെ ഇവിടെ ഒരു വഴക്ക് വേണ്ട. ചേട്ടന്റെ ആദ്യ ഭാര്യ ചേട്ടന് വിശ്വാസമായിരിക്കും. ഞാൻ നേരിൽ കണ്ട കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ജയശ്രീ എന്താ ചെയ്തതെന്നും അജയേട്ടൻ എന്താ സംഭവിച്ചെന്നും എനിക്കറിയാം. അതൊന്നും മറക്കാനോ പൊറുക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്റെ അജയേട്ടന്റെ ആണ്ടുബലിക്ക് ഇവളുണ്ടാകരുത്. ആ പരിസരത്ത് ഇവളെ കണ്ട എനിക്ക് സമാധാനം കിട്ടില്ല. ഇല്ല, ഞാൻ വരില്ല. ഞാൻ അവിടെ എങ്ങും ഉണ്ടാവില്ല അപ്പച്ചി. ഞാൻ മാറി നിന്നോളാം. അമ്മ വാ അമ്മേ, നമുക്ക് ചടങ്ങിന് റെഡി ആയിട്ട് വരാം. വാ. മോളെ, സാരമില്ല മുത്തശ്ശി. അപ്പച്ചി എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? അവൾ എപ്പോഴും അങ്ങനെയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ദാ ചായ കുടിക്കേ. ഞാൻ ഉപവാസത്തിലാ. പിന്നെ ആ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ ബലി ഇടുന്നത് എന്തിനാ? അതിപ്പോ ആചാരവും വിശ്വാസവും എന്താണെന്ന് പറയണോ, അതോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയണോ? പ്രാക്ടിക്കലായി പറഞ്ഞാൽ മതി. ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനത്തിനാ ബലിയിടുന്നത്. മരിച്ചുപോയവരോട് നമുക്കുള്ള കടമകൾ ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ തന്നെ സ്വയം ബോധ്യപ്പെടുത്താൻ അത് സഹായിക്കും. പൂർവികർക്കു വേണ്ടി ബലിയിടുമ്പോ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങളുണ്ടാവും. അതെന്തിനാ? അത് മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് സംഭവിക്കുന്നതാ. അങ്ങനൊന്നും പറഞ്ഞാൽ ഇവന് മനസ്സിലാവില്ല. ആര് പറഞ്ഞു? മൈൻഡ് ആൻഡ് ബോഡി കോർ റിലേഷൻ ഒക്കെ എനിക്കും അറിയാം. പിന്നെ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. പിന്നെ ഈ ആത്മാവും കാക്കയും തമ്മിലുള്ള റിലേഷൻ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. സമയം കിട്ടുമ്പോ അതൊന്ന് പറഞ്ഞു കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഓക്കെ. ആ മഹാദേവ, ഞങ്ങളെന്നാ അങ്ങോട്ട് ഇറങ്ങുക. അതെന്താ 2 ദിവസം കഴിഞ്ഞ് പോയപ്പോരെ? അത് പിന്നെ അതെ, ധൃതി വെച്ച് അവിടെ ചെന്നിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലെന്ന്? അവിടെ കടയിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നോക്കുന്നത് ചേട്ടനാ. അതൊക്കെ മക്കള് നോക്കിക്കോളല്ലോ, പിന്നെന്താ? അവര് നോക്കിയാ ഞാൻ ചെയ്യുന്ന പോലെ ആവുമോ മഹി? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ, അത് കണ്ട പണിക്കാര് തട്ടിച്ചോണ്ട് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാ ഓരോ കടകളിലും ഞാൻ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത്.